സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ പലർക്കും സംശയമുണ്ടാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, സുന്നി ഇവ എന്താണ്? ഇവ ജാതി വ്യവസ്ഥ പോലെയാണോ? ആരാണ് പുരോഗമനവാദികൾ, ആരാണ് യഥാസ്ഥിതികർ? ആദ്യം ഒരു കാര്യത്തിൽ വ്യക്തത വേണം. ഇവ ജാതികളല്ല. ഹിന്ദു സമൂഹത്തിലെ ജാതി വ്യവസ്ഥ പോലെ ജനനം അടിസ്ഥാനമാക്കിയുള്ള സ്ഥിരമായ പദവി വിഭാഗങ്ങളല്ല ഇവ ഇസ്ലാമിനുള്ളിലെ ആശയധാരകൾ, മതപരമായ സമീപന രീതികൾ, സംഘടനാപരമായ പ്രസ്ഥാനങ്ങൾ എന്നിവയാണ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം: പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം ഇസ്ലാമിൽ ആദ്യത്തെ വലിയ പിളർപ്പുണ്ടായി. ഖലീഫയുടെ പിന്തുടർച്ചയെക്കുറിച്ച് ഭൂരിപക്ഷം സുന്നികൾ, ഏകദേശം 10% ഷിയാക്കൾ. നമ്മളിവിടെ പറയുന്ന സുന്നി, മുജാഹിദ്, ജമാഅത്തി എന്നീ പ്രസ്ഥാനങ്ങളെല്ലാം സുന്നി ധാരയിൽപ്പെട്ടുന്നവയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആദ്യം ഒരു പരിഷ്കരണ പ്രസ്ഥാനമായി വളർന്നു. അന്ധവിശ്വാസങ്ങളെ എതിർക്കുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, മതാചാരങ്ങളിൽ ലളിതത്വം കൊണ്ടുവരിക ഇവ ലക്ഷ്യമായിരുന്നു. എന്നാൽ പിന്നീട് പ്രത്യേകിച്ച് സൗദിയിലെ സലാഫി വഹാബി സ്വാധീനത്തിൽ ശുദ്ധിവാദ സമീപനം ശക്തമായി. ഇത് ഒരു ആശയം മുന്നോട്ട് വെച്ചു: ഇസ്ലാം ആദിമ രൂപത്തിലേക്ക് മടങ്ങണം, പ്രാദേശിക സംസ്കാര കലർപ്പുകൾ ഒഴിവാക്കണം. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു: പ്രാദേശിക സംസ്കാരവുമായി മതം കലരുന്നത് തെറ്റാണോ? അല്ല, ലോകത്തിലെ എല്ലാ മതങ്ങളും അത് സംഭവിച്ചിട്ടാണ് വളർന്നത്. എന്നാൽ കലർന്ന സംസ്കാരങ്ങളെ അനിസ്ലാമികമെന്ന് തള്ളുന്ന സമീപനം മൗലികവാദപരമാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ത്? ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ച അബ്ദുൽ അല മൗദൂദി ആണ്. ഇത് മതത്തെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി കാണുന്ന പ്രസ്ഥാനം ഇസ്ലാമിക മൂല്യങ്ങളിൽ അടിസ്ഥാനമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ക്രമം ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യയിലെ സാഹചര്യത്തിൽ അവർ പല നിലപാടുകളും മിതമാക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ അടിസ്ഥാന ആശയം മതവും രാഷ്ട്രീയവും വേർതിരിക്കാത്തതാണ്. സുന്നികൾ ആരാണ്? കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിം സമൂഹം സുന്നികളാണ്. സുന്നികൾ പൊതുവെ പ്രാദേശിക സംസ്കാരവുമായി ചേർന്നാണ് ജീവിച്ചത്. മൗലൂദ്, നേർച്ച, ഉറൂസ്, മാപ്പിളപ്പാട്ട്, ഒപ്പന തുടങ്ങിയവ ഇവ മതപരമായതിലും കൂടുതൽ സാംസ്കാരിക ഘടകങ്ങളാണ്. ഇവയെ മുജാഹിദും ജമാഅത്തും പലപ്പോഴും അനിസ്ലാമികമെന്ന് വിമർശിച്ചു. ജാതിയാണോ ഇത്? ഇവയ്ക്ക് ജാതീയമായി ബന്ധമില്ല, പക്ഷേ ഒരു സാമൂഹ്യ യഥാർത്ഥം ഉണ്ടാകാം. ഉയർന്ന വിദ്യാഭ്യാസവും സാമ്പത്തിക നിലയുമുള്ള ചില വിഭാഗങ്ങൾ മുജാഹിദ്, ജമാഅത്ത് പ്രസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ചേർന്നതായി കാണാം. അതുകൊണ്ട് അവരെ പുരോഗമനവാദികൾ എന്ന് പലരും കരുതാം. എന്നാൽ വിദ്യാഭ്യാസവും പുരോഗമന ചിന്തയും ഒരുപോലെയല്ല. പുരോഗമനവാദികളും യഥാസ്ഥിതികരും സാധാരണ ധാരണ സുന്നികൾ യഥാസ്ഥിതികർ ആണ് എന്നാണ്. മുജാഹിദ്, ജമാഅത്ത് പുരോഗമനവാദികൾ, പക്ഷേ യാഥാർത്ഥ്യം കൂടുതൽ സങ്കീർണമാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നത് പുരോഗമനമാണ്. എന്നാൽ സംഗീതം, കല, സാംസ്കാരിക കലർപ്പ് എന്നിവ നിരസിക്കുന്നത് പുരോഗമനമല്ല. സ്ത്രീ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്നത് പുരോഗമനം. എന്നാൽ സ്ത്രീ പുരുഷ സൗഹൃദത്തെ സംശയത്തോടെ കാണുന്നത് യഥാസ്ഥിതികത. അതുപോലെ സുന്നികളിൽ പല സാംസ്കാരിക ഘടകങ്ങളും ബഹുസ്വരതയോട് ചേർന്നതാണ്. പക്ഷേ ചില അന്ധവിശ്വാസങ്ങൾ അവിടെയും ഉണ്ടാകാം. പ്രധാന വ്യത്യാസം എന്ത്? ഇത് അടിസ്ഥാന വിശ്വാസ വ്യത്യാസമല്ല. ഇത് ഇസ്ലാം പ്രാദേശിക സംസ്കാരങ്ങളുമായി എങ്ങനെ ഇടപെടണമെന്ന സമീപന വ്യത്യാസമാണ്. ഒരു സമീപനം പറയുന്നു പ്രാദേശിക സംസ്കാരങ്ങളുമായി കലർന്ന് ബഹുസ്വരതയെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. മറ്റൊന്ന് പറയുന്നു കലർപ്പുകൾ നീക്കി ശുദ്ധമായ ആദിമ മാതൃകയിലേക്ക് മടങ്ങണം. ഈ വിഭാഗങ്ങളെ ജാതി പോലെ കാണുന്നത് തെറ്റാണ്. ഇവ ആശയവ്യത്യാസങ്ങളാണ്. എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? പരസ്പര ബഹുമാനം, മതാതീത ഇടപെടൽ, സംസ്കാര വൈവിധ്യത്തെ മാനിക്കുക. മതത്തെ മനുഷ്യർക്കെതിരെ ഉപയോഗിക്കാതെ മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് ചോദ്യം ഇതാണ്: നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കലർപ്പിനെയും സൗഹൃദത്വത്തെയും ആണോ, അല്ലെങ്കിൽ ശുദ്ധിവാദത്തിൻ്റെ പേരിലുള്ള വേർതിരിവുകളെയാണോ? ബഹുസ്വരതയെ മാനിക്കുന്ന വഴിയാണ് ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഏറ്റവും സുരക്ഷിതവും മനോഹരവുമായ വഴി.